മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു വശത്ത് യഹൂദന്മാരെ നശിപ്പിക്കുന്നതിന് രാജാവ് തീർപ്പ് കൽപ്പിച്ചതിന്റെ സന്തോഷം ഹാമാനുമായി പങ്കിടുമ്പോൾ, തകർന്നുപോയൊരു ശൂശൻ പട്ടണം തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നതിനായി എസ്തേറും ബാല്യക്കാരത്തികളും എല്ലാ യഹൂദന്മാരും ഉപവസിക്കുന്നു. തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ എസ്തേറിന്റെ ദൈവം കരങ്ങളെടുക്കുന്നു. ബലഹീനരെ രക്ഷിക്കുന്ന ഒരു ദൈവം നമ്മോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും നമ്മോട് അടുക്കാതെ വണ്ണം നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുന്നവൻ നമുക്ക് ചുറ്റും പലപ്പോഴും ഉന്മൂലനം വരുത്തുവാൻ പർവ്വതസമമായ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നാം ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കട്ടെ, ദൈവം എഴുന്നേൽക്കും. ശത്രു തേനീച്ച പോലെ ചുറ്റി വളഞ്ഞാലും മുൾത്തി പോലെ കെട്ടുപോകുവാനിടയാകും. യഹോശഫാത്ത് ഭയപ്പെട്ടു. അവന്റെ നേരെ വരുന്ന ജനസമൂഹത്തെ എതിർപ്പാൻ ശക്തിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലേക്ക് ഉപവാസം പ്രസിദ്ധം ചെയ്തു. നമുക്ക് നേരെ വരുന്ന ശക്തിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ യഹോശഫാത്തിനോട് പറഞ്ഞതുപോലെ, ഭയപ്പെടരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നിനവയിലെ ജനം രട്ടിലും വെണ്ണീറിലും ഇരുന്നു. ദൈവം അനുദപിച്ച അനർത്ഥത്തെ ഒഴിവാക്കി. പത്രോസിനെ തടവിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥന ഉയർന്നു വരട്ടെ. ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ ഉറപ്പും ധൈര്യവും പ്രാർത്ഥനയിലും ഉപവാസത്തിലും നേടിയെടുക്കാം. അത്ഭുതങ്ങൾ നടക്കട്ടെ. രോഗസൗഖ്യങ്ങൾ, അനേകരെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാകട്ടെ. നാം ഓരോരുത്തരെയും ദൈവകൃപയാൽ ദൈവം ശക്തീകരിക്കട്ടെ. ആമേൻ.